ഹായ് DSK പ്ലാറ്റൂൺ, ദിസ് ഈസ് മീ യുവർ ഫ്രണ്ട് സെൽവകുമാർ. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ചാണ്. എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്? എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രൂപീകരിക്കപ്പെട്ടത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മുടെ കേരളത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതിന് മുമ്പായി നമ്മുടെ SK പ്ലാറ്റൂണിൽ നിങ്ങൾ അംഗമല്ല എങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ അംഗമാവുക. മാത്രമല്ല, ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് യൂട്യൂബിൻ്റെ അൽഗോരിതം ഹെൽപ്പ് ചെയ്യുന്നതാണ്. മാത്രമല്ല, ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് തരണം. മാത്രമല്ല, ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തും കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ വാർത്തകളൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുമായിരിക്കും എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, എന്തുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രൂപീകരിക്കപ്പെട്ടത്, എങ്ങനെയാണ് രൂപീകരിക്കപ്പെടാനുണ്ടായ സാഹചര്യം എന്നതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയുമായിരിക്കും. എന്നാൽ പോലും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ഞാനിത് ഒന്നുകൂടി പറയാം. കാരണം ഞാൻ ഇതിനു മുമ്പ് ഇത് സംബന്ധിച്ചൊന്നും ഞാൻ വീഡിയോകളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അതുകൊണ്ട് ഫുള്ളായിട്ട് കാണുക, എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫ്രണ്ട്സ്, നമുക്ക് ഏവർക്കും അറിയാം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മലയാളത്തിലെ സിനിമാ രംഗത്ത് അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു പ്രമുഖ നടൻ ഒരു പ്രമുഖ നടിയെ ആക്രമിച്ചിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു. ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് ആക്രമിക്കപ്പെട്ട അതിജീവിതയായ സ്ത്രീയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറച്ച് ആൾക്കാർ രംഗത്ത് വന്നിരുന്നു. അതിൽ പ്രത്യേകിച്ചും വുമൻ ആക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ രംഗത്ത് വരികയും അവർ ഒരു സംഘം രൂപീകരിക്കുകയും ചെയ്തു. അതാണ് WCC എന്ന് പറയുന്നത്, അതായത് വുമൻ സിനിമ കളക്റ്റീവ്. അപ്പം അവർ ആ സമയത്ത് നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പ്രത്യേകിച്ചും ഫിലിം ഇൻഡസ്ട്രിയിൽ അത് മനസ്സിലാക്കുകയും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് സർക്കാരിന് ഒരു പരാതി നൽകുകയും ചെയ്തു. തുടർന്ന് സർക്കാർ ഈ ഫിലിം ഇൻഡസ്ട്രിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ഒരു റിട്ടയർഡ് ജഡ്ജിയായ മിസസ് ഹേമ അവരുടെ നേതൃത്വത്തിൽ ഒരു ടീം രൂപീകരിക്കുകയാണ്. അപ്പോൾ ടീം രൂപീകരിക്കുകയും തുടർന്ന് ഫിലിം ഇൻഡസ്ട്രിയിലെ വിവിധ ആക്ടേഴ്സ് മീൻസ് വുമൻ ആക്ടേഴ്സ് അവരുമായിട്ട് ബന്ധപ്പെടുകയും അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും അത് റിപ്പോർട്ടാക്കുകയും ചെയ്തു. അതാണ് ആക്ച്വലി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് ആക്ച്വലി നമ്മുടെ പൈസ, അതായത് നമ്മുടെ സർക്കാരിൻ്റെ പൈസയാണ് ആക്ച്വലി ഏകദേശം 1,60,00,000 എന്നൊക്കെയാണ് പറയുന്നത്. അത്രയും തുക ഉപയോഗിച്ചാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്, പ്രത്യേകിച്ചും ഈ ഫിലിം ഇൻഡസ്ട്രിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത് ഏകദേശം 4.5 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അത് 4.5 വർഷം കഴിഞ്ഞിട്ട് ഈ വർഷമാണ് ആക്ച്വലി പുറത്തുവിടുന്നത് സർക്കാർ. ഈ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ആ റിപ്പോർട്ടിൽ ഒരുപാട് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് പ്രത്യേകിച്ച് വുമൻ ആക്ടേഴ്സിനെതിരെ നടന്നിട്ടുള്ളത്. പ്രത്യേകിച്ചും സെക്ഷൽ അബ്യൂസ് അടക്കം നടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഈ പോസ്കോ ആക്ടിൽ പെടുന്ന കേസുകളും ഉണ്ട് എന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടും സർക്കാർ എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷവും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ ഈ റിപ്പോർട്ടിലെ ഇരയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ആൾക്കാരെല്ലാവരും തന്നെ പ്രതികരിക്കുന്നത്. പിന്നെ ഈ ചോദ്യങ്ങൾക്ക് സർക്കാർ നൽകുന്ന മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുന്ന സമയത്ത് ജസ്റ്റിസ് ഹേമ ആരിൽ നിന്നാണോ റിപ്പോർട്ട് കളക്ട് ചെയ്തിട്ടുള്ളത് അവരുടെ വിവരങ്ങളും അവർ ഉന്നയിക്കുന്ന വ്യക്തികളുടെ വിവരങ്ങളും പുറത്തു വിടില്ല എന്നുള്ളൊരു ഉറപ്പ് കൊടുത്തിട്ടുണ്ട് എന്നും ആ ഒരു സമ്മതപ്രകാരമാണ് ഈ റിപ്പോർട്ട് കളക്ട് ചെയ്തിരിക്കുന്നത് എന്നുമാണ്, അതുകൊണ്ടാണ് ആക്ച്വലി ഈ റിപ്പോർട്ട് പുറത്തു വിടാത്തത് എന്നുമാണ് ആക്ച്വലി സർക്കാർ ഉന്നയിക്കുന്ന വാദങ്ങൾ. എന്നാൽ ഈ ഒരു വാദത്തെ തള്ളിക്കൊണ്ട് പ്രതിപക്ഷവും നിയമവിദഗ്ധരും അതുപോലെ തന്നെ ഈ റിപ്പോർട്ടിലെ ഇരകളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അവരെല്ലാവരും പറയുന്നത് പൊതുവെ ഇരയുടെ പേര് വിവരങ്ങളും സംരക്ഷിച്ചുകൊണ്ട് പ്രതിയുടെ പേര് വിവരങ്ങളും പുറത്തു വിടാം, അതിന് നമ്മുടെ നിയമത്തിൽ സാധിക്കുമെന്നും അതുകൊണ്ട് തന്നെ സർക്കാർ ഈ പ്രതികൾക്കെതിരെ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ എടുക്കണമെന്നുമാണ് ആക്ച്വലി വിമർശിക്കുന്നത്. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ ഈ റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ചും സെക്ഷൽ അബ്യൂസ് അതുപോലെ തന്നെ പോസ്കോ തുടങ്ങിയ കേസുകളെല്ലാം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ
പ്രത്യേകിച്ചും പോസ്കോ റിലേറ്റഡ് ആയിട്ടുള്ള കേസൊക്കെ ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ചും പരാതിക്കാരുടെ പരാതികളൊന്നും ആവശ്യമില്ല. പകരം അതൊക്കെ നേരിട്ട് തന്നെ സർക്കാരിന് ആക്ഷൻ എടുക്കേണ്ട, അതായത് നിയമ നടപടികൾ എടുക്കേണ്ട കേസുകളാണെന്നുമാണ് പ്രതിപക്ഷവും മറ്റു നിയമവിദഗ്ധരും സർക്കാരിനെ വിമർശിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെയായിട്ട് പ്രത്യേകിച്ചും ഹേമ കമ്മിറ്റിയിൽ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുന്നതിനായിട്ട് സർക്കാർ ഇതുവരെയായിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പ്രത്യേകിച്ചും ഫിലിം ഇൻഡസ്ട്രിയിലെ മറ്റ് ഫിലിം ആക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇല്ലെങ്കിൽ വർക്കേഴ്സുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കോൺക്ലേവ് ഉണ്ടാകുമെന്നാണ് ആക്ച്വലി സർക്കാർ അറിയിച്ചിട്ടുള്ളത്. പിന്നെ ഈ കോൺക്ലേവ് പ്രത്യേകിച്ചും സിനിമ നയം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൂടുന്നത് എന്നുമാണ് ആക്ച്വലി പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ ഹേമ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കേസ് ഇപ്പോൾ നമ്മുടെ ഹൈക്കോടതിയിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി എന്ത് ആക്ഷൻ എടുക്കണമെന്ന് ഹൈക്കോടതി ആണ് ആക്ച്വലി ഇനി തീരുമാനിക്കുക. നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിൽ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളും അതുമായിട്ടുള്ള ചർച്ചകളും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പല സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ ചർച്ച ചെയ്യപ്പെടുന്നതും അതുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇരകളായിട്ടുള്ള വുമൻസ്, പ്രത്യേകിച്ച് വുമൻ ആക്ടേഴ്സ് അവർ മുമ്പോട്ട് വരികയും അവർ സിനിമ ഇൻഡസ്ട്രിയിൽ ഫേസ് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ അവർ പുറത്തേക്ക് പ്രത്യേകിച്ച് ജനങ്ങൾക്ക് അറിയിക്കുകയും ചെയ്തു വരുന്നു. അതിൽ ആരിൽ നിന്നാണോ അവർ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് അത്തരത്തിലുള്ള ആൾക്കാരെ വെളിപ്പെടുത്തുകയും ചെയ്തു വരുന്നു. അത്തരത്തിൽ വെളിപ്പെടുത്തിയതിൽ ഇപ്പോൾ പ്രധാനമായിട്ടും മെയിൻ സ്ട്രീമിൽ ഉൾപ്പെട്ട ആക്ടേഴ്സും ഉണ്ട്, മറ്റ് സംവിധായകന്മാരുണ്ട്, അതുപോലെ തന്നെ മറ്റ് ഫിലിം വർക്കേഴ്സ് എല്ലാം ഉൾപ്പെടുന്നതായിട്ട് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. ബട്ട് നമ്മളൊരു തേർഡ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ആരോപണമായിട്ടാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. കാരണം അത് നിയമത്തിന് മുമ്പിൽ തെളിയിക്കപ്പെടുമ്പോഴാണ് ആക്ച്വലി കുറ്റവാളിയാവുക. അങ്ങനെ നിയമം പറയുകയാണ്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. പക്ഷെ എല്ലാ സമയത്തും യഥാർത്ഥ കുറ്റവാളികളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കാറില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ചിലപ്പോഴൊക്കെ അത്തരത്തിൽ ചില ആൾക്കാർ രക്ഷപ്പെടുന്നുള്ളതും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതുമാണ്. കാരണം എല്ലാ സ്ഥലത്തും കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന് സാധിക്കുക. പലപ്പോഴും നമ്മുടെ സിസ്റ്റമാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ സിസ്റ്റം എന്ന് പറയുന്നത് മനുഷ്യന്മാരാണ്, മനുഷ്യന്മാർ ഉൾപ്പെടുന്നതാണല്ലോ സിസ്റ്റം. അതുകൊണ്ട് അത് കൃത്യമായിട്ട് നടന്നാൽ മാത്രമാണ് ശരിയായ കുറ്റവാളികളെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക. അതിന് നമ്മുടെ സിസ്റ്റം കൃത്യമായിട്ട് അത് അന്വേഷിക്കേണ്ടതാണ്. മാത്രമല്ല ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ച നമ്മുടെ വുമൻ ആക്ടേഴ്സ് അവർക്ക് തീർച്ചയായിട്ടും വേണ്ടത്ര സപ്പോർട്ട് പ്രത്യേകിച്ചും പ്രൊട്ടക്ഷൻ നൽകേണ്ടതാണ്. അത് വളരെ വളരെ അനിവാര്യമാണ്. കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പലപ്പോഴും പല സ്ഥലത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്ന പ്രശ്നങ്ങൾ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഇവർക്ക് വേണ്ടത്ര സുരക്ഷ കൊടുക്കണമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സിനിമ എന്ന തൊഴിൽ മേഖലയിൽ മാത്രമല്ല കേട്ടോ, ഇത് മറ്റ് പ്രൈവറ്റ് മേഖലകളിലും അതുപോലെ തന്നെ നമ്മുടെ സർക്കാർ മേഖലകളിൽ പോലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും പ്രൈവറ്റ് മേഖലകളിലും അതുപോലെ തന്നെ സർക്കാർ മേഖലകളിലും എല്ലാം തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. പ്രത്യേകിച്ചും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്, അവർക്ക് കൃത്യമായിട്ട് വേതനം കിട്ടുന്നുണ്ടോ, അവർക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്ന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവർ നേരിടുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. എന്ത് തന്നെയായാലും എൻ്റെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ട കണ്ടൻറ്റ് പ്രത്യേകിച്ചും നിങ്ങൾ ഏതെങ്കിലും ഓഫീസുകളിലോ ഏതെങ്കിലും മറ്റ് വർക്ക് പ്ലേസിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വർക്ക് ചെയ്യാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാവും നേരത്തെ. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എത്തരത്തിലുള്ള സ്ഥാപനത്തിൽ നിന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്ത ഇന്നത്തെ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മാത്രമല്ല ഫിലിം ഇൻഡസ്ട്രി എന്നുള്ളത് ഒരു തൊഴിൽ മേഖലയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോൾ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തൊഴിൽ മേഖല എന്ന് പറയുന്നത് വൈഡറാണ്.
അപ്പോൾ വൈഡറായിട്ടുള്ള തൊഴിൽ മേഖല ആയതുകൊണ്ട് തന്നെ അവിടെയും പലതരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അത്തരത്തിൽ നിങ്ങൾക്ക് ഹേമ കമ്മിറ്റി പോലുള്ള കമ്മിറ്റി രൂപപ്പെടുത്തിക്കൊണ്ട് വേറെ ഏതൊക്കെ തൊഴിൽ മേഖലകളിലാണ് ഇത്തരത്തിലൊരു ശുദ്ധി കലശം ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് നമുക്ക് വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു. താങ്ക് യു.